നേരം വെളുക്കുവോളം ശ്വാസം മുട്ടൽ. പെരയിൽ 5-6 കഞ്ഞൂടി മുട്ടൂലോ എന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ ഈ പണിക്ക് വരൂലെന്തോ. ഇന്ന് എന്താണ് ഇത്ര നേരത്തെ? ഇന്ന് ഇക്കാക്ക വരുന്നുണ്ട്. ആ, കാശും കഴിവുള്ളവന്റെ മുമ്പിലെ ദുനിയാവിനൊരു ചെറുനാരങ്ങന്റെ വലിപ്പമുള്ളൂ. തോന്നിയിടത്ത് പറഞ്ഞെത്താൻ എന്താണ് ഇത്ര പണി? രണ്ടാൾക്കും കൂടി ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് പോന്നൂടായിരുന്നോ? അവിടെ ബാപ്പയ്ക്ക് അസുഖം ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല. രാത്രി ഞങ്ങൾ അവിടെ ഇല്ലെങ്കില് വാ. ഇത്തെവിടെ ഉമ്മ? ഓള് മുകളില് മുറിയിലുണ്ട്. മുകളില് AC ഉള്ള മുറി ചെന്നിരിക്കുമോനെ. ഇവിടെ നല്ല ചൂടാ. മുതലാളിച്ച് അണിഞ്ഞൊരുങ്ങി തീർന്നില്ലേ? 2 മനുഷ്യന്മാരിവിടെ വന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. AC VCR ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊരു പെരയൊക്കെ ഉണ്ട്. ആരും ഒന്ന് തിരിഞ്ഞു നോക്കില്ല അങ്ങോട്ട്. എപ്പോഴെങ്കിലും അബ്ദുക്ക ഒന്ന് വരും. ആഹാ, ആളെവിടെ? കണ്ടില്ലല്ലോ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇപ്പൊ വന്നതും കണ്ടതും നന്നായി. ഞാനിപ്പോ ഈ വരവില് ഞമ്മളെ കുഞ്ഞുട്ടിന്റെ ലോട്ടറി പൂടിയിലൊന്ന് കേറി ഒരു ടിക്കറ്റ് കൊടുത്ത്. ഹറാമാണ്. അള്ളാഹു നസീബ് തരുന്നത് ഏത് വൈക്കാണെന്ന് ഞമ്മക്ക് പറയാൻ പറ്റൂലാന്ന്. പേച്ച മാർഗത്തിൽ കൂടെ ആണെങ്കിലും ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വന്നു കഴിഞ്ഞാൽ ഹലാലായ നല്ല മാർഗത്തിൽ കുറച്ച് പൈസ ചെലവാക്കി കഴിഞ്ഞാൽ അള്ളാഹു പൊറുക്കുന്നു. ഏത്? അപ്പൊ ഞാൻ എന്തേ പറഞ്ഞുകൊണ്ടുവന്നത്? ലോട്ടറി. ഈ ലോട്ടറി പീടിയെന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പോഴൊരു കാർ. ആരാണ് കാറിന്റെ ഉള്ളില്? അറിയില്ല. എങ്ങനെ അറിയും? ഫുള്ളായിട്ട് ചുറ്റോടിയിട്ടും കറുപ്പ് ജില്ലാണ്. പാറക്കടവ് താഴെപ്പറമ്പിലെ മോദി ഹാജിന്റെ ഏക മകൻ അന്റെ പെങ്ങക്ക് കല്യാണം ഉറപ്പിച്ചു വെച്ച കോൺട്രാക്ടർ റഫീഖ്. പലതും പറഞ്ഞോ? പഴയ കാർ നിർത്തണ്ട, അടിച്ചു വിട്ടാണ്ട് പോയില്ലേ? പിന്നെ ഈ ലേശം നീങ്ങി തരുന്ന എന്നൊരു സ്വകാര്യം പറയാനുണ്ട്. എന്റെ അമ്മശാങ്ക മൊയ്തീൻ കോജി ഉണ്ടല്ലോ, മൂപ്പര് നിങ്ങട്ട് എത്തിയ ഇങ്ങൾ നമ്മളുള്ള ആ ഭൂമിന്റെ ഇടപാടുണ്ടല്ലോ, ആ തുടനെ അങ്ങോട്ട് തീർക്കണം. സൊഫിയാക്ക് കൊടുക്കാനുള്ള പൊന്നും പണ്ടും കൊടുത്ത് ഓൺ അങ്ങോട്ട് കെട്ടിക്ക്. ആരാപ്പത്? മെമ്പറാ? ഇന്നലെ നമ്മുടെ അബ്ദു ഒന്ന് നിങ്ങളോട് ഇതൊക്കെ വരാൻ പറഞ്ഞ? ഓ, പറഞ്ഞു ഇങ്ങോട്ടിറങ്ങി പുറപ്പെട്ടതേന്ന്. അതിലിടയ്ക്ക് നമ്മളെ ഹെഡ് കോൺസ്റ്റബിൾ ശങ്കരൻ നായരെ രണ്ടാമത്തെ പോയില്ലേ? ഇതാണ് തട്ടാൻ ഗോപാലിന്റെ ഒപ്പം ചാടിപ്പോയിന്. ഇതാണ് ആ പെണ്ണിന്റെ പേര്. എന്തെങ്കിലും അവിടെ പെണ്ണിന് കണ്ടി ചാടി. എന്തിനത്? അത് ശരി, കുളിക്കാനും മീൻ പിടിക്കാനൊന്നും മനുഷ്യൻ കണ്ടി ചാടൂല്ലോ. ചാകാൻ തന്നെ. ഇന്നാ ചത്തോ? അതുമില്ല. ഇപ്പൊ കയ്യും കാലം കുറഞ്ഞ് ആസ്പത്രിക്ക് എടുക്കുക. നമ്മളെ പഞ്ചായത്തല്ലേ, പോരാത്തതിന് ഞാൻ നിന്നും ജയിച്ച ഭാരടും. വൈകുന്നേരം ആകുമ്പോൾക്ക് കെട്ടി തിരി ചായ എടുത്ത് വെച്ചിരിക്കുന്നു. വിമാനത്താവളത്തിൽ പോണ്ടല്ലേ? പാവായിക്ക, ഇത്താനോട് എന്തൊരു സ്നേഹ. ഒരു കളങ്കമില്ലാത്ത മനസ്സാ. പണ്ട് ബാപ്പ എല്ലാരും പറയായിരുന്നില്ലേ, അബ്ദുഖാന്റെ ഐശ്വര്യം കൊണ്ടാ നമ്മുടെ കുടുംബത്തിന് ഈ ഭാഗ്യമൊക്കെ ഉണ്ടായതെന്ന്. ഭാഗ്യം അതനുഭവിച്ചവർക്കാ. ബാപ്പ മീൻവിറ്റ് നടന്ന കാലത്ത് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ബുദ്ധിയില്ലാത്ത ഒരുത്തിന് പിടിച്ചു കൊടുത്തു. ഇത്താത്ത ഒരുപാട് ശ്രമിച്ചു ഒരു മനുഷ്യനാക്കാൻ. വെറുതെയാ, നന്നാവില്ല.
നടക്കേണ്ടതെന്നോ നടന്നു. ഇത്രയും കാലം നിങ്ങൾ ജീവിക്കുകയും ചെയ്തു. ഇനിയിപ്പോ നിനക്കിതൊക്കെ പറയാം. കാശും പണം ഉണ്ടായപ്പോ ഏറ്റവും മുന്തിയ തറവാട്ടിലേക്കല്ലേ നിന്നെ അയച്ചത്. ആരുടെ മുമ്പിലും നിനക്ക് ഞെളിങ്ങിയെന്ന് പറയാമല്ലോ. ജമാല് നിന്റെ കെട്ടിയാനാന്ന്. ഇങ്ങോട്ട് വാ. വാ ഇങ്ങോട്ട് വാ. വാ ഇങ്ങോട്ട്. ഹലോ ഹലോ, ആ എയർപോർട്ട് അല്ലേ? എയർപോർട്ട് അല്ലേ? എങ്ങനെ? അതന്നെയല്ലേ എയർപോർട്ട് എന്ന് പറഞ്ഞേ? മലയാളത്തിൽ പറഞ്ഞു. അപ്പൊ ഇംഗ്ലീഷ് അറിയില്ലല്ലേ? ഞാൻ മെമ്പറാണ് സംസാരിക്കുന്നേ. ഏത് മെമ്പറിനോ? ഞാൻ പഞ്ചായത്ത് മെമ്പർ കുട്ടിമൂസ. അല്ല, ഇതാരാണ് സംസാരിക്കുന്നത്? പിന്നെ നമ്മളെ സൗദി മന്ത്രിയിലെ മൊയ്തീൻ കാജിയില്ലേ, മൂപ്പരിന്ന് മുംബൈയിൽ നിന്നിട്ട് വരുന്നുണ്ട്. നിങ്ങൾ വായുദൂത വിമാനത്തിലാണ് വരുന്നത്. അതെപ്പോ ഭൂമിയിൽ ലാൻഡ് ചെയ്യും? എങ്ങനെ? അറൈവൽ 10:30? ഹലോ, അറൈവൽ അല്ല, വായുദൂത എപ്പം വരുന്ന ചോദിച്ചേ. കൃത്യമായിട്ടൊരു സമയം പറയുന്നേ. ഒരു വിമാനം തന്നെ പല സമയത്തും ഇങ്ങോട്ട് വന്നിറങ്ങൂടല്ല. ഹലോ, ഇതെന്തിനാ വിളിക്കുന്നറിയോ? ഇവിടുന്ന് മൂപ്പര് വരണേ. മൂപ്പര് വരുമ്പോൾ കുടുംബങ്ങളെല്ലാം കൂടി അങ്ങോട്ട് സ്വീകരിക്കാൻ എത്താനാണ്. മനസ്സിലായോ? ഹലോ ഹലോ ഹലോ, കട്ടായി. ഒരു ഉത്തരവാദിത്വമില്ല. എന്താണ്ട് ഒരു വിളി വിളിക്കുന്നേ? എവിടെ ഇവര്? ഈ പെണ്ണുങ്ങൾക്ക് ഒരുങ്ങിയിറങ്ങാനുള്ള ഒരു താമസം. വിമാനം ഇപ്പൊ അവിടെ ഒന്ന് ഇറങ്ങും. വരി വരി. വേഗം വാ, വിമാനം ഇപ്പൊ വരും. എല്ലാവർക്കും കൂടി പോകാൻ കാറിൽ സ്ഥലം ഉണ്ടാവില്ല അബ്ദുവേ. അതോ ഈ വിമാനത്താവളത്തിൽ ഭയങ്കര തിക്കും തിരക്കുമായിരിക്കും. തന്നെയല്ല, ഈ വിമാനം വന്ന് ഇറങ്ങാന്ന് പറഞ്ഞാലല്ലോ നമ്മൾ വിചാരിച്ചാലൊന്നും ആവില്ല. ഈ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പോയി കാക്കാനും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാം. ഈ വെയിറ്റിന്റെ കിടന്നോ, കാക്ക വരും സ്വീകരിക്കാൻ. എന്തേ? അത് വേണ്ട. വിമാനത്തിൽ വന്ന് ഇറങ്ങുമ്പോ എന്റെ ഇക്കാക്ക എന്നെ നോക്കും. പേടിയാണെങ്കിൽ നിങ്ങൾ വരണ്ട. ബാ 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 ബാ, കേറ് കേറ്. നസീമി വരുന്നില്ലേ? നിങ്ങള് കൂട്ടിയിട്ട് വന്നാ മതി. ആ, നേരായി. വണ്ടി വിട് 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 വിട്, വേഗം വിട്. നസീമ, പോയിട്ട് വരാം. എന്താ വിമാനത്താവളത്തിലേക്ക് വന്നില്ല? ഒന്നുമില്ല പാപ്പ. കരുതിയിരിക്കണേ. വല്ല സാധനം കാണില്ല. ഷക്കീല എവിടെ? അകത്തുണ്ട്. ഷക്കീല, എന്തേന്ന് കൊറേ കാലം നിങ്ങളെ കൈകൊണ്ട് വെച്ച നെയ്ച്ചോറൊക്കെ തിന്നിട്ട്. എന്തേ കുട്ടിമൂസേ, ഇങ്ങോട്ട്. അനക്ക് നെയ്ച്ചോറും ബിരിയാണിയും കോഴിയും ഒക്കെ പള്ള നിറച്ച് തന്നിട്ട് എന്ന് ഇവിടുന്ന് വിടുള്ളൂ. ആ, പോയിരിക്കി. ആ, അവിടെ അല്ല, കോലായില്. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കറിക്കൊക്കെ ഒരു ഗൾഫ് ടേസ്റ്റ് വന്നോട്ടോ.
അതായത് മൂപ്പരവിടുന്ന് ഈ ഒട്ടകത്തിന്റെ ഈ ഒട്ടകപ്പശിന്റെ ഒക്കെ ഇറച്ചി നിന്ന് വരികയല്ലേ. അല്ല അതേതായാലും കേക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുക്കാനൊന്നും കഴിയില്ല. എന്നിരുന്നാലും ഏതാണ്ട് അതിനോടൊന്ന് മുട്ടി നിന്നോട്ടെ. അതൊക്കെ ഞാൻ മുട്ടിച്ചോളുണ്ട്. ഈ പോയി എന്റെ പണി നോക്ക്. പൊയ്ക്കോ, കൊല പോയിരുന്നോ. നിങ്ങളെന്താണ് ഇങ്ങനെ കല്യാണം മുറിയ പെൺകുട്ടികളായി? ആ നിങ്ങൾ ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്ക. ആര്? ഇങ്ങളെ കെട്ടുബന്ധക്കാരൻ ഫക്രുദ്ദീൻ ഹാജി. മൂപ്പർക്ക് ഇങ്ങൾ വന്നിട്ട് ഇങ്ങളെ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കേണ്ടെന്നാണ് പറയണേ. എന്തോ സ്വത്ത് കച്ചവടത്തെ പറ്റിയിട്ടാണ്. കാരണം ഒരുത്തി പെരാർ നിൽക്കാനേ. അല്ലാതെ എന്ത് ചെയ്യുന്നു? എന്തോ പണി കിട്ടിയെന്ന് കേട്ടല്ലോ ജമാലിന്. ഓ കിട്ടി. കണ്ടക്ടർ ബസ്സില് കമ്പിമ തൂങ്ങിയിട്ടുള്ള പണി വേണ്ട, ഞമ്മളെ തറവാട്ടിൽ ആരോ പണി എടുത്തിട്ടില്ല എന്ന് ഇവന്റെ ബാപ്പ. അയാൾ ഇവനെ കളക്ടറാക്കാനായിട്ട് വിചാരിച്ചിരിക്കും. അല്ലാതെ എന്ത് പറയാന്? ചെക്കനോ ബാപ്പ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി, പകലെന്ന് പറഞ്ഞാൽ പകല്. ഒരു സംശയമില്ല, അതാണ് ഓന്റെ സ്വഭാവം. ആ എന്തെങ്കിലും ഒരു കര പറ്റിക്കോളായിരിക്കും. ഇന്ത്യങ്ങളൊന്നും മാറിയല്ലോ, വിദ്യാഭ്യാസന്റെ. പുഴയെ തന്നെ കെട്ടിവെക്കാനാണെങ്കിൽ ഏത് അഭ്യാസം കൊണ്ടും കാര്യമില്ലടോ. ഇവിടെ വാ. കുട്ടിയോസേ, ഓ നാട്ടിലൊക്കെ വെള്ളം പറ്റിയോ? കുളിന്നനെ ഒന്നുമില്ല. 10 മനുഷ്യന്മാരുടെ ഇടയിൽ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി തരില്ലേ? അതു ആരാണ് ഈ ഇരിക്കുന്നത്? എവിടുന്നാ മൂപ്പര് വന്നത്? ഇനി മൂപ്പരെ കാണാൻ ഇവിടെ വലിയ 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 ആളുകൾ വന്നും പോയി നിൽക്കും. ആ സമയത്ത് ഈ ഇങ്ങനെ കുളി നനില്ലാതെ നടന്ന ചേപ്പറല്ലേ? ഓടാ അവക്കെ എന്റെ മുന്നിൽ നിന്ന്.